വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം സംഘടനകൾ രാജ്യത്ത് ആഹ്വാനം ചെയ്ത പ്രതിഷേധം കലാപമായി മാറുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് പ്രത്യേകിച്ച് വലിയ പ്രതിഷേധവും വലിയ അക്രമ സംഭവങ്ങളും അരങ്ങേറുന്നത്. മണിപ്പൂരിലും അസാമിലും ഇതുമായി ബന്ധപ്പെട്ട് നിരോധനാജ്ഞ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം 5000-ലധികം ആളുകൾ ഒത്തുകൂടുകയും അവർ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവിൻ്റെ വീടിന് നേരെയൊക്കെ അക്രമങ്ങൾ നടത്തുകയും ന്യൂനപക്ഷ മോർച്ച ദേശീയ നേതാവിൻ്റെ വസതിക്ക് തീയിടുകയും ചെയ്തിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ തുടർന്ന് എങ്ങനെയാണോ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചത്, അതിന് സമാനമായ കലാപങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്ത് മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ മുതലെടുക്കുമെന്നുള്ള ആശങ്കയും കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ ഈ സമരങ്ങളെ, ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ സൈന്യത്തെ വിവിധ മേഖലകളിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പ്രക്ഷോഭം ശക്തമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായും സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമത്തിന് പിന്നാലെ ഉണ്ടായതുപോലെയുള്ള ഒരു കലാപം രാജ്യത്തിൻ്റെ ഒരു മേഖലയിലും ഉണ്ടാകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. കേരളത്തിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാപങ്ങളിലേക്ക് അത് വഴിമാറാൻ സാധ്യതയുണ്ട്. ഈ അവസരം മതതീവ്രവാദികൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇതിനെ മുതലെടുത്തുകൊണ്ട് രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നടത്താനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് രാജ്യത്തെ രഹസ്യാന്വേഷണ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ടായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അതിനെ ആ നിമിഷം തന്നെ അടിച്ചമർത്താനുള്ള നിർദ്ദേശം സൈന്യത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന് പിന്നാലെ സംഭവിച്ചതുപോലെയുള്ള കലാപങ്ങളും അതിലൂടെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള കർശനമായ താക്കീത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതേസമയം സുപ്രീം കോടതിയിലടക്കം ഇടപെട്ടുകൊണ്ട് നിയമപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച പൗരത്വ ഭേദഗതി നിയമത്തെ ഇനി നിയമപരമായി കോടതിയിലൂടെ ചലഞ്ച് ചെയ്യുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ ഇത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നിയമവിദഗ്ധർ ഇത് സുപ്രീം കോടതി റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു കർശനമായ നിലപാട് സ്വീകരിക്കാനോ സാധ്യത കുറവാണെന്ന് പറയുന്നു. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം സംഘടനകൾ രാജ്യത്തുടനീളം വലിയ കലാപത്തിനും വലിയ പ്രതിഷേധത്തിനും ശ്രമിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. വലിയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നടക്കുകയും രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നാണ് മുസ്ലിം സംഘടനകളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉടനടി തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങും. ഇത് സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വരും. ഈ നിയമം, വഖഫ് ഭേദഗതി നിയമം ആദ്യം നടപ്പാക്കുന്നത് കേരളത്തിലായിരിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മുനമ്പം വിഷയമടക്കം കത്തി നിൽക്കുകയും കേരളത്തിലെ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഈ വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഇടതു സർക്കാർ ഈ വഖഫ് ഭേദഗതിയെ നഖശികാന്തം എതിർക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ വഖഫ് നിയമം നടപ്പാക്കിക്കൊണ്ട് മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അനുകൂല നിലപാട്, ക്രൈസ്തവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളുടെ അടക്കം ആവശ്യം. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ നിയമം ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായി മാറാൻ പോകുന്നത്. എന്തായാലും ഇത് പിണറായി വിജയൻ സർക്കാരിന് ഒരു ഇരുട്ടടി തന്നെയാണ്, ഒരു തിരിച്ചടി തന്നെയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഈ വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളെ വളരെ കരുതലോടെ നേരിടണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ സൈന്യത്തിൻ്റെ വലിയ നിരയെ തന്നെ സംസ്ഥാനങ്ങളിലേക്ക് വിട്ടു നൽകാൻ തയ്യാറാണെന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു.